നമസ്കാരം, ഞാനാണ് രാഖി. മിഹിര എന്ന് പറയുന്ന ഈ ഒരു ആശയം മനസ്സിൽ വന്നത് 2022-ലാണ്. എൻ്റെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു തീമാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യനും പ്രകൃതിയുമാണ് ഈ ലോകത്തിൻ്റെ സൂപ്പർ പവേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മളെപ്പോഴും സൂര്യനെയും പ്രകൃതിയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം എപ്പോഴും ജീവിതത്തിൽ എന്ന് പറയാറുണ്ട്. അതാണ് ഇതിൻ്റെ തീമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ശ്രീ നന്ദു ഖർത്ത. എനിക്ക് നന്ദുചേട്ടൻ്റെ മ്യൂസിക് ഭയങ്കര ഒരു ഏർത്തി ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നന്ദുചേട്ടൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു. നന്ദുചേട്ടൻ വളരെ ഇഷ്ടപ്പെട്ടു നന്ദുചേട്ടൻ ഈ ഒരു ആശയം. അങ്ങനെയാണ് മിഹിര പതുക്കെ ബ്ലൂം ചെയ്ത് വന്ന് തുടങ്ങിയത്. പിന്നെ എനിക്ക് നമ്മൾ ഓഡിയോയുടെ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇത് ആര് വേണം വീഡിയോ ചെയ്യാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് ശ്രുതി. അങ്ങനെ ശ്രുതിയെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അന്ന് ശ്രുതി UK-ലാണ്. അപ്പോൾ അത് നടക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ശ്രുതി പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2022-ൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ഇന്ന് റിലീസാവാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് മ്യൂസിക് ഡയറക്ടർ ശ്രീ ബിജിപാൽ. എൻ്റെ മ്യൂസിക് കരിയറിൽ ഞാൻ 10th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പാടാൻ അവസരം തന്നിട്ടുള്ള ബിഷേഡിനാണ് ഇത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ്. അപ്പോൾ ഞാൻ ബിഷേഡിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഒരു വളരെ സുന്ദരമായ ദിവസമാണ്. ഒരുപാട് നാളുകൾ കൂടി കാണുന്ന ആളുകളാണ് ഇവരെല്ലാവരും. രാഖി പറഞ്ഞ പോലെ രാഖി 10th പഠിക്കുമ്പോൾ അന്ന് രാഖി പറഞ്ഞ അച്ഛമ്മയുടെ ഒപ്പമാണ് പലപ്പോഴും സ്റ്റുഡിയോയിൽ പാടാൻ വരിക. പിന്നീട് എത്രയോ ജിംഗിൾസും സിനിമയിലും പാടിയിട്ടുണ്ട് രാഖി. അപ്പോൾ രാഖിയെ പക്ഷേ ഒരുപാട് വർഷമായി കണ്ടിട്ട്, അല്ലേ, ഒരുപാട് വർഷങ്ങളായി കണ്ടിട്ട്. രാഖി ഇത് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിട്ട് വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം രാഖി സഫലമാക്കി എന്നുള്ളതാണ്. നന്ദുവിലൂടെ, ഹരിനാരായണനിലൂടെ, ശ്രുതിയിലൂടെ അതിലും അപ്പുറത്ത് ചോയ്സുകൾ വേറെ കുറവായിരിക്കും ഉണ്ടാവുക. കാരണം നന്ദു പറഞ്ഞ പോലെ എന്തെങ്കിലും പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയുടെ ജനലും വാതിലൊക്കെ എപ്പോഴും അടഞ്ഞിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ കൂടെ ഉള്ള ആളുകൾക്ക് വലിയ വില ഉണ്ടാവില്ല. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ ഇങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെയുള്ള ചില പാട്ടുകൾ ചെയ്യും. ഹരി അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നന്ദു എനിക്ക് അയച്ചു തന്നു, ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഹരി അത് കൺസീവ് ചെയ്തത്. പിന്നെ ശ്രുതി പറഞ്ഞാൽ എനിക്ക് UK-ലും ഉണ്ടടാ പിടിയുന്നു സിനിമ പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒന്ന് കൈകളനക്കിയാൽ ചെയ്യാവുന്നൊരു കാര്യം അത് മനോഹരമായിട്ട് വന്നു. അപ്പോൾ ഇത്തരമൊരു മൊത്തത്തിലൊരു മ്യൂസിക് പ്രൊഡക്റ്റ് പുറത്ത് വരിക എന്നുള്ളത് ഓരോ മ്യൂസീഷ്യനെ സംബന്ധിച്ചും ഒരു അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. അതിനിവിടെ വരാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്, അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നു. സന്തോഷം. ഇതാണ് മിഹിര. എല്ലാവർക്കും ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എൻ്റെ കൂടെ ഇങ്ങനെ കട്ടിക്ക് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിന്ന് എല്ലാവരും എനിക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് മറ്റാരുമല്ല, ശ്രീ നന്ദു ഖർത്ത. നന്ദു ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. 3.5 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇതിനിടയിൽ പല പ്രാവശ്യം ഡിജി എന്നെ ചീത്തയായിട്ട് വിളിക്കട്ടെ. ഇവിടെ ബോധിയുടെ പല പ്രോജക്റ്റുകളും ഞാൻ തിരിഞ്ഞു നോക്കാതെ പല
സമയത്ത് ഇതിൻ്റെ കുറേ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗംഭീരമായൊരു തീമാണ് ആദ്യം പറഞ്ഞത്. അത് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഗതിയായിരുന്നു. അവിടെ നിന്ന് അത് പിന്നെ അതെങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ എന്തൊക്കെ കൊണ്ടുവരാം എന്നാലോചിച്ചപ്പോഴാണ് ഓൾ വിമൻ ആർട്ടിസ്റ്റ് ആയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം രാഖിക്ക് എന്ത് തരം ട്യൂണാണ് ഇഷ്ടം എന്നൊന്നും അറിയാതുകൊണ്ട് 2 ട്യൂണുകൾ അയച്ചു കൊടുത്തു. വളരെ ക്ലാസിക്കലായിട്ടുള്ള രാഹുൽ ഭൈരവ് ബേസ്ഡ് ആയിട്ടുള്ളതൊന്നും ആദ്യം കൊടുത്തു. പിന്നെ ഇപ്പോൾ ഈ ഒരു പെൻറ്ററ്റോണിക് സ്കെയിലുള്ള മധ്യമാവധി ബേസ്ഡാണ്. കേട്ട മാത്രയിൽ രാഖി തീരുമാനിച്ചു, രാഖിയും ഹരി എല്ലാവരും തീരുമാനിച്ചു ഇത് തന്നെയാണ്. പിന്നെ എൻ്റെ ജോലി എളുപ്പമായി. അപ്പോൾ ഇതിൽ വായിക്കുന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ എവിടെ ആരൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഓൾ വിമൻ എന്നൊക്കെ പറയുമ്പോൾ 2026 ഇതിനെന്താണ് ഇത്ര വലിയ പുതുമ, വലിയ സംഭവം കൊണ്ടുവന്നിരിക്കും. ഒരു പ്രൊഫഷണൽ ഗിറ്റാറിസ്റ്റ് പോലും കേരളത്തിലില്ല. ഒരൊറ്റ പ്രൊഫഷണൽ ഗിറ്റാറിസ്റ്റ് പോലും ഇല്ല. സെഷൻ വായിക്കുന്ന ഒരാൾ പോലും ഇല്ല. ഒരു ബേസ് ഗിറ്റാറിസ്റ്റ് പോലും ഇല്ല. ഈ ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിക്കാനാണ് കുറേ അധികം കാലം നടന്നത്. ഭാഗ്യത്തിന് മരിയ കൊച്ചി തന്നെ ഉണ്ടായിരുന്നു. ചെല്ലോ വായിച്ച മരിയ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പല ഓൺലൈൻ പല മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയതാണ് യുക്രൈനിൽ നിന്ന്. അപ്പോൾ ഈ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന കാലത്താണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് കണക്ഷനാണല്ലോ എന്ന് തോന്നിയിട്ട് അവർ വായിച്ചത് ഗംഭീരമായത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അവർ വായിച്ച കുറേ വീഡിയോകളൊക്കെ നോക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ അത് സെറ്റായി. പക്ഷെ അവർ 2 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ സാഷാസ്പി എന്നാണ് ആളുടെ പേര് കേട്ടോ. സാഷ പക്ഷേ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് വായിക്കാൻ പറ്റിയത്. കാരണം അവർ വായിക്കുന്നതിനിടയിൽ അപ്പുറത്ത് ബോംബ് പൊട്ടുന്നുണ്ടായിരുന്നു. കീവ് എന്ന് പറയുന്ന അവരുടെ പട്ടണത്തിലാണ് അവർ താമസം, അതായത് ക്യാപിറ്റലിൽ തന്നെ. അപ്പോൾ ഇടയ്ക്ക് എമർജൻസി ഒക്കെ വരുമ്പോൾ ഇവരെ ഇവാക്യുവേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അവർ വായിച്ചു തന്നു. അവരും അവരുടെ പാർട്ണറും കൂടി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ തന്നു. പിന്നെ ഇതുപോലെ അന്വേഷണമായി ബേസ് ഗിറ്റാർ വായിക്കുന്ന ആരുണ്ട്, ഒത്തിരി അന്വേഷിച്ചു. അവസാനം ദീപു ശശിധരൻ എന്ന് പറയുന്ന സുഹൃത്താണ് മനോജ് ജോർജിൻ്റെ മകൾ ബേസ് ഗിറ്റാർ വായിക്കുന്നു പറഞ്ഞു. വയലിനിസ്റ്റ് മനോജ് ജോർജിൻ്റെ മോളാണ്. മനോജ് ജോർജിൻ്റെ മോളെന്ന് പറയുമ്പോൾ അന്ന് ഇത് വായിക്കുമ്പോൾ നിയ എന്നാണ് കുട്ടിയുടെ പേര്. നിയ വായിക്കുമ്പോൾ +1 പഠിക്കുകയായിരുന്നു. ഞാനിത് അയച്ചു കൊടുക്കുമ്പോൾ ഇല്ല ഇന്ന് എക്സാമാണ്, നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ടാണ് വായിച്ചു തന്നത്. ഇവരൊന്നും എതിരിക്ക് വിളിക്കണ്ടേ? കിരൺ വരും, ജസ്റ്റ് വരും. മ്യൂസിക്കിൻ്റെ ഗ്രൂപ്പ് ഇവർ മാത്രമേ വന്നിട്ടുള്ളൂ. മ്യൂസിക്കിൻ്റെ ഗ്രൂപ്പ് ഇവർ മാത്രമേ ഉള്ളൂ, മറ്റവരാരും ഇല്ല. ഹലോ, മറ്റവരാരും എത്തിയിട്ടില്ല. പല നാടുകളിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ ചെന്നൈയിലൊരു കോൺസേർട്ടാണ്, ഒക്കെ പല സ്ഥലത്താണ്. ജിസ്റ്റോണ് വോയിസ് റെക്കോർഡ് ചെയ്തു കേട്ടോ. രാഖിയുടെ വോയിസ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തു. കിരൺ മിക്സ് ചെയ്തത്. കിരണിൻ്റെ ബേസിക് മിക്സിൽ ഞാൻ കുറച്ച് കൈവച്ച് എൻ്റേതായ രീതിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കിരണിൻ്റെ മിക്സ് തന്നെയാണ്, അത് മാറ്റാൻ പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കിരൺ ചെയ്തത് തന്നെയാണ്. വിഷ്വൽ സൈഡിലെ അവരെയും കൂടെ ഞാനൊന്ന് വിളിക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം തന്നെ മേധ സാഗരി, നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് മേധയുടെ വകയാണ്, മേധയാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് ബോൺമത്തിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ മേധയുടെ ഒപ്പം ഇടം കൈയും വലം കൈയുമായിട്ട് നിന്ന 2 പേരുണ്ട്, അബ്ഷർ ആൻഡ് സുനീഷ്. അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വരൂ. പിന്നെ ഉള്ളത് സുഹൈൽ, നമ്മുടെ എഡിറ്റർ. പിന്നെ ലിജു, നമ്മുടെ DI ആർട്ടിസ്റ്റ്, ലിജു പ്രഭാകർ. പിന്നെ ഉള്ളത് മനോജേട്ടനാണ് നമ്മുടെ ടൈറ്റിൽ ഡിസൈൻ ആസ് വെൽ എസ് നമ്മുടെ ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ എല്ലാം ചെയ്തത്. മനോജ് രാമമംഗലം. ഇത്രയും പേരാണ് വിഷ്വൽ ക്രൂവിൽ ഒപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ എഫേർട്ട് പേ ഓഫ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. രാഖിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ത്രയ എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്ത ഒരു ഫിനിഷ്, അതിൻ്റെ ഒരു ഗ്ലോറി ഒക്കെ അത് കഴിഞ്ഞിട്ട് നന്ദുവിൻ്റെ വർക്കിൽ ഇത്രയധികമായി കേട്ടത് ഈ വർക്കിലാണ്. സോ മെസ്മറൈസ്ഡ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു സജഷൻ പറയും. നിങ്ങൾ ഇന്ന് കേട്ടവരൊക്കെ ഇത് യൂട്യൂബിൽ റിലീസ്ഡ് ആകും. നിങ്ങൾ ഒരു ഡാർക്ക് റൂമിലിരുന്ന് ഒന്ന് കേൾക്കുക. ഡെഫിനറ്റ്ലി വിഷ്വൽസ് ആർ ബ്യൂട്ടിഫുൾ.
ഒരു തവണ കണ്ണടച്ച് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കണം. ദിസ് വിൽ ഗിവ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ യു ആൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഗ്ലോബലായി എന്നുള്ളത് പറയാത്ത 1-2 പേരുണ്ട്. ഒന്ന് വ്ളാഡിമിർ പുടിനാണ്. പുള്ളി ബോംബ് ഇടാനായിട്ട് ഇടയ്ക്ക് വൈകിയത് കൊണ്ട് ഇത് 8 ദിവസം കിട്ടി. ഇനി ഇത് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിൻ്റെ ഉറകുണ്ടെന്ന് അവകാശപ്പെടും. പിന്നെ പോളണ്ടിനെ പറ്റി ഇവിടെ പറയാൻ സാഹചര്യമുണ്ടായി. പോളണ്ടിനെ പറ്റി പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് ഗ്ലോബലായി. അതിനൊക്കെ ഒരുപാട് സന്തോഷം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. രാഖി എന്നൊരാൾ പുറകിലായതുകൊണ്ടാണ് ഇത് നടന്നത്. ശ്രുതി അമേസിങ് വീഡിയോ. താങ്ക് യു. ഇത് വേറെ ആർക്കും ഇനി അഭിപ്രായം പറയാനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ.